രാജേഷിൻ്റെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് തൊഴിൽ എന്നതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ സർക്കാർ ആ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കണം. ഇവിടെ വീടില്ലാത്തവർ അവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണം. കടബാധ്യത ഉള്ളവരുടെ കടം തീർക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം. അതോടൊപ്പം കുടുംബത്തിൻ്റെ താങ്ങാണ് ഇല്ലാതായിട്ടുള്ളത്, കുടുംബനാഥൻ. അത് ഒന്നുകൊണ്ടും നികത്താനാവില്ലെങ്കിലും കുടുംബത്തിലുള്ള ഒരാൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറാവണം. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ കാര്യങ്ങളാണ്. അത് നടപ്പാക്കുന്നതിന് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. രാജേഷിൻ്റെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് തൊഴിൽ എന്നതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ സർക്കാർ ആ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കണം. വിദ്യാഭ്യാസത്തിനാവശ്യമായ സഹായം സർക്കാർ നൽകണം. മറ്റു കുടുംബങ്ങൾക്കും ഈ തരത്തിലുള്ള സഹായം തന്നെയാണ് ആവശ്യം. അവിടെ നീണ്ടകരയിലെ കുടുംബവും അവിടെ അവരാവശ്യമുയർത്തുന്നത് ആ അമ്മയുടെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞത് ഇളയ മകനുണ്ട്. ആ ഇളയ മകന് KMM ജോലി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന നിലയുണ്ടാവണം. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകും.